ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഇതിലെടുത്തു പറയേണ്ടത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നൊരു അവസ്ഥയാണ് ഈ മാസങ്ങളിൽ കാണുന്നത്. ഇതിലെ കൂട്ടു ബിസിനസ്സുകൾ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്, ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യുക. ചിലവുകളിലും ആർഭാടങ്ങളിലും നിങ്ങൾക്ക് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. ഇതിലായെങ്കിൽ കയ്യിലൊന്നും നീക്കിയിരിപ്പ് ഉണ്ടാകുകയില്ല. അപ്രതീക്ഷിതമായിട്ട് മനോദുഃഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്, നിരാശയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഈ മാസങ്ങളിലൊക്കെ നോൺ വെജൊക്കെ കഴിയാവുന്ന കുറക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ നടക്കാൻ പോവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രാണായാമമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർക്കൊക്കെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സുഖം കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ദൂരയാത്രകളൊക്കെ കഴിയാവുന്നതും ഒഴിവാക്കേണ്ടതാണ് ഈ സമയങ്ങളിൽ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ വാഹന യോഗം കാണുന്നുണ്ട്. പുതിയത് വാങ്ങാനോ നിലവിലുള്ളത് മാറ്റി വാങ്ങാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട്. വ്യവസായികൾക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഗൃഹം ഓടി പിടിപ്പിക്കാൻ നിങ്ങൾ സദാ ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടുതലായിരിക്കും ഈ 2 മാസങ്ങളിൽ. ചില കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത്. ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി അവരെയൊക്കെ സഹായിക്കണം, അശരണരെയൊക്കെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ചെന്ന് തലയിടുന്നൊരു സ്വഭാവം ഉണ്ടാകുന്നതാണ് ഈ സമയങ്ങളിൽ. പാരമ്പര്യ വ്യവസായങ്ങളോട് താല്പര്യം തോന്നുന്ന ഒരു സമയമാണ്. അത് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, പരമ്പരാഗത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, പാരമ്പര്യ വ്യവസായങ്ങളൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം, അതിനെ പരിപോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുന്നതാണ്. അറിയാൻ വയ്യാത്ത ജോലിക്ക് ചെന്ന് തലയിട്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യമാണെങ്കിലും നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ മാർക്കറ്റും സ്റ്റഡി ചെയ്യുക, എന്നിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങുക. കർമ്മരംഗത്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ജീവിതത്തിലുണ്ടായിരുന്നൊരു നിരാശാബോധമൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വ്യാപാരികൾക്ക് കച്ചവടത്തിൽ കൃത്യനിഷ്ഠയും സൂക്ഷ്മതയും കാണിക്കുന്ന ഒരു സമയമാണ്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ അധികരിച്ചിരിക്കുന്നൊരു സമയം കൂടിയാണ്. അനാവശ്യമായി അന്യരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം വന്ന് അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ഉപരിപഠനം, തൊഴിൽ രംഗത്ത് നേട്ടം എന്നിവ ഉണ്ടാവുന്നൊരു സമയം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏപ്രിൽ മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഈ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും. നിങ്ങൾ തീർച്ചയായിട്ടും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുവാനുമായിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കേണ്ടതാണ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക, ഭഗവാനെ തുളസിമാല നൽകുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രധാനമായിട്ടും അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക, സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുക. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.